ഹലോ ഗൈസ്, ഇത് ഞങ്ങളുടെ ഒരു കസിൻ ചേട്ടൻ്റെ വ്ലോഗാണ് കേട്ടോ, കല്യാണത്തിൻ്റെ. ഞങ്ങൾ ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് രാവിലെയാണ് കല്യാണം. പിന്നെ ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മുട്ട് പൊട്ടി എങ്ങനെയോ, അതാണ് ഞാൻ കാര്യമാക്കേണ്ട. പിന്നെ ഫേസ് പാക്ക് ഇട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു വലിയ ബസ്സിനാണ് കേട്ടോ പോയത്. കണ്ട എല്ലാവരും അങ്ങനെ നല്ല സുന്ദരി മണികൾ ആയിട്ടില്ലേ എന്നെ കണ്ട. ഞാൻ കുറച്ച് ഓവറായിട്ട് മേക്കപ്പ് ഇട്ട് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. എന്താ നിറച്ചിരിക്കാനായിരുന്നു. പിന്നെ എനിക്ക് ക്ഷീണം വന്നിട്ട് ഞാൻ ഇങ്ങനെ കിടന്ന് എൻ്റെ മുടിയൊക്കെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് കണ്ട. ഇടയ്ക്ക് ഞാൻ കാണുന്നവർക്ക് ഇടയ്ക്ക് കിടക്കും. അങ്ങനെ ഞാൻ ഓരോ സ്ഥലം എത്തുമ്പോൾ നോക്കും. പിന്നെ അവിടെ എത്തിയപ്പോൾ ഞാൻ ചാടി ഇറങ്ങി പൊക്കുണ്ടായിരുന്നു കേട്ടോ ബസ്സിന്. എൻ്റെ കോസ്റ്റ്യൂം നിങ്ങൾ ശ്രദ്ധിച്ചാൽ എൻ്റെ ഉമ്മ തയ്ച്ച കോസ്റ്റ്യൂമാണ് കേട്ടോ. കണ്ട ഞാൻ ഇതൊക്കെ പൊക്കി പിടിച്ച് പോകണമായിരുന്നു. മുടിയൊക്കെ കണ്ട നല്ല രസമില്ല, ആടി ആടി നടക്കും. നോക്കുമ്പോൾ കഴിച്ച അവിടെ ചക്ക എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് അത് കണ്ടാൽ ഞാൻ വീണ്ടും നോക്കിയിരുന്ന്. അമ്പലത്തിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ ഗൈസ് പരിപാടിയുള്ളത്. എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കണം എന്താണെന്നാ ചെരുപ്പ് ഊരിയിട്ട് വേണം കയറാൻ. എനിക്കല്ലേ അമ്പലത്തിൽ ഞാൻ അധികം കയറിയിട്ടില്ല. അവിടെ താഴെയല്ലേ ഏതോ ടൈലായിരുന്നു. അപ്പം എനിക്ക് കുത്തിക്കൊള്ളണം. കണ്ടോ ഇങ്ങനത്തെ ചെരുപ്പ് ഇട്ടിട്ടില്ല. എന്നിട്ടാ ഞാൻ ഇതിൽ കൂടി നടക്കണം. കുറേ ടൈലുണ്ട്, പല പല ടൈലാണ് കേട്ടോ ഗൈസ്. ഇതാണ് കേട്ടോ ഗൈസ് മണവാട്ടി. അവിടെ ഫോട്ടോ ഷൂട്ടിങ്ങിലായിരുന്നു. പിന്നെ അപ്പോഴേക്കും കല്യാണം തുടങ്ങി. ഇത് ചെക്കനും പെണ്ണുമാണ് കേട്ടോ ഗൈസ്. ഇവിടെ അല്ല എന്തോ കയറും കൊണ്ടൊക്കെ കിട്ടണ്ടായിരുന്നു, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ചെക്കനെ കൊട കൊണ്ടുവന്ന്, പിന്നെ പെണ്ണ് ഇതെന്തോ സാധനം പിടിച്ചുകൊണ്ട് വന്നിട്ടോ ഗൈസ്, അതെനിക്കറിഞ്ഞുണ്ട്. പിന്നെ പെണ്ണിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു, നിങ്ങൾ തന്നെ കണ്ടു. പൂജൻ്റെ ഫോട്ടോ ഷൂട്ടിങ് നടന്നിട്ടൊക്കെ എനിക്ക് ടയേർഡായി, ബോറടിക്കണമായിരുന്നു. കണ്ടോ ഞാൻ അങ്ങാടും ഇങ്ങാടും ഇരിക്കുന്നത്. പിന്നെ സദ്യ കഴിക്കായിരുന്നു. ഞാൻ ബ്രോയിൻ്റെ അടുത്താണ് ഇരുന്നത്. സദ്യ എന്ന് കേട്ടാൽ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഞാനവിടെ ഇരുന്ന് ചേച്ചിമാരെല്ലാം വിളമ്പണുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത് വെയിറ്റ് ചെയ്തിരിക്കണമായിരുന്നു. ഞാൻ ചിപ്സൊക്കെ കഴിച്ചിട്ട് ലാച്ചായിട്ടിരിക്കണേ കേട്ടോ ഗൈസ്. എന്നാൽ നല്ല ചൂട് ചോറ് വന്ന് അത് കെട്ടിയപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി. സാമ്പാറും കുട്ടിയാണ് കഴിച്ചത്. കുറേ കറികളുണ്ടായിരുന്നു. പിന്നെ ബ്ലാക്ക് കളറിൽ പായസം, അതായിരുന്നു എൻ്റെ മെയിൻ. ഞാൻ കുറേ പായസം ഉണ്ടായിരുന്നു, ഞാൻ അതൊന്നും എടുത്തില്ല. പിന്നെ എല്ലാവരും പോയിട്ട് ഞാൻ ആശ്വാസത്തോടെ കഴിക്കണേ. ഇത് കണ്ട എൻ്റെ ചെക്കനും പെണ്ണും പോയപ്പോൾ ഞാൻ അവിടെ കയറിയിരുന്ന് ഒരു ഫോട്ടോ ഷൂട്ടിങ്. എനിക്ക് ഇന്നത്തെ കല്യാണത്തിനൊക്കെ സ്റ്റേജിൽ കയറുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങോട്ട് കയറിയിരുന്നു, ഒന്നും ചോദിച്ചില്ല. പിന്നെ ബസ്സിൽ അടിച്ച് പൊളിച്ചിട്ട് നിർത്തി വന്നാൽ അത്രേ ഉള്ളൂ. ബായ്.